ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 22 ഏപ്രിൽ 2026, ഈ മാസത്തെ 22ാമത്തെ ദിവസം. ഈ വർഷത്തിലെ 112ാമത്തെ ദിവസമാണ്. ഉയർപ്പിന് ശേഷം 18ാമത്തെ ദിവസം. ഇന്ന് 483ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായിട്ട് ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം: എന്താണ് ദൗത്യം? എങ്ങനെയാണ് അത് നിർവഹിക്കേണ്ടത്? എന്താണ് ദൗത്യം? എങ്ങനെയാണ് അത് നിർവഹിക്കേണ്ടത്? നാം ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഈ ലോകത്തിൽ നല്ലൊരു വിഭാഗം ആൾക്കാർ അവനവന് ലഭിച്ചതായ ദൗത്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ഉത്സാഹിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ അതിന് താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നാം ഇവിടെ കാണുന്നത്. എന്നാൽ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 20-ാം അധ്യായം 21 എന്താണ് പറയുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്നാണ് ആ ഭാഗത്ത് പറയുന്നത്. എല്ലാവർക്കും ഓരോ ദൗത്യമുണ്ട്. എന്നാൽ ഒരാളുടെ ദൗത്യമായിരിക്കില്ല മറ്റൊരാളുടേത്. വ്യത്യസ്തമായ ദൗത്യങ്ങളും അവയോടുള്ള സമീപനങ്ങളുമാണ് ദൗത്യങ്ങളുടെ സൗന്ദര്യം അടയാളപ്പെടുത്തുന്നത്. നമുക്കുള്ളതുപോലെ ക്രിസ്തുവിനും ദൗത്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്രിസ്തുവിന് ദൗത്യമുണ്ടായിരുന്നത് കൊണ്ടാണ് നമുക്കും ദൗത്യമുണ്ടായിരിക്കുന്നത്. എന്തായിരുന്നു ക്രിസ്തുവിൻ്റെ ദൗത്യം? നസറേത്ത് മാനിഫെസ്റ്റോ എന്ന് വിശേഷിപ്പിക്കാവുന്ന ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഈ ദൗത്യമാണ് വെളിപ്പെടുത്തുന്നത്. അതായത് വിടുതൽ, മോചനം, സൗഖ്യം, കാഴ്ച, സുവിശേഷ പ്രഘോഷണം. ദൗത്യവും നിയോഗവും ദൈവമാണ് നൽകുന്നത്. എന്നാൽ ഇവ രണ്ടും വ്യത്യസ്തങ്ങളാണ്. ദൗത്യം കടമയാണ്, നിയോഗമാകട്ടെ ജീവിത പൂർത്തീകരണവുമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. നിയോഗമുള്ളവരാണ് ദൗത്യം നിർവഹിക്കുന്നത്. ദൈവം സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയക്കുന്നത് ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. ദൗത്യവുമായിട്ടാണ് ക്രിസ്തുവിലുണ്ടായിരുന്ന ആ ദൗത്യം തുടർന്ന് കൊണ്ടുപോകുവാൻ നിയുക്തരായിരിക്കുന്നത് ശിഷ്യന്മാരായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ ദൗത്യ നിയോഗമാണ് ഈ വേദഭാഗം ഇന്ന് ഞാൻ പറഞ്ഞത്. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 20-ാം അധ്യായം 21-ാം വാക്യം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്നത്. ഇത്രയും നാൾ കൂടെ നടന്ന ഗുരുവിൻ്റെ മരണം അസ്വസ്ഥരാക്കിയ ശിഷ്യന്മാരെ ഒരു ദൗത്യത്തിലേക്ക് അയക്കുവാനാണ് ക്രിസ്തു അവർക്ക് പ്രത്യക്ഷനാകുന്നത്. ശിഷ്യരെ അവൻ ധൈര്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് പിന്നീട് കാണുവാൻ സാധിക്കും. ദൗത്യം നിർവഹിക്കാൻ ധൈര്യം ആവശ്യമാണെന്നത് ഇവിടെ വ്യക്തമാകുന്നു. ദൗത്യ നിർവഹണത്തിന് നിന്ന് പലരെയും പിന്തിരിപ്പിക്കുന്നത് ഭീരുത്വമാണ്. എനിക്കെന്തെല്ലാം നഷ്ടമാകും എന്ന ഭീരുത്വം. ദൗത്യത്തിന് വേണ്ടി സഹിക്കാനും ത്യാഗം അനുഷ്ഠിക്കാനുമുള്ള സന്നദ്ധത ഇല്ലായ്മയാണ് അതിനൊക്കെയും കാരണം. സാമൂഹിക വ്യവസ്ഥകളെ തിരുത്തിക്കൊണ്ട് കുരിശിന്മേൽ ധീരതയോടെ മരിക്കുക എന്നതായിരുന്നു ക്രിസ്തുവിൻ്റെ നിയോഗം. ദൗത്യ നിർവഹണത്തിന് ചിലപ്പോൾ മരണം പോലും സംഭവിച്ചേക്കാം. എന്നാൽ അങ്ങനെ ഒരു മരണം മഹത്തരമാകുന്നത് അത് സ്വാർത്ഥതയുടെയും അഹത്തിൻ്റെയും മരണമാകുമ്പോൾ ആണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ദൈവരാജ്യത്തിൽ ഏവരും ഒന്നായിരിക്കുന്ന ഒരു വിശാലമായ മാനവിക ദർശനമാണ് ക്രിസ്തു ലോകത്തിന് നൽകിയത്. സമത്വവും സാഹോദര്യവും കരുതലും സ്നേഹവും അടങ്ങിയ നവദർശനമായിരുന്നു അത്. വിമോചനത്തിൻ്റെ ദൗത്യം ആരംഭിക്കുന്നതും തുടർന്നു പോരുന്നതും സൃഷ്ടികളിലൂടെയാണ്. പാപത്തിൻ്റെ അധീനതയിൽ നഷ്ടമാകുന്ന മാനവകുലത്തെക്കുറിച്ചുള്ള ആദി ദൈവത്തെ അസ്വസ്ഥനാക്കിയത് കൊണ്ടാണ് ക്രിസ്തുവിന് ദൗത്യ നിർവഹണവും ജീവിത നിയോഗവും പൂർത്തിയാക്കേണ്ടി വന്നത്. അത് ലോകം ആവശ്യപ്പെടുന്ന
ഒന്നായിരുന്നു ലോകം അർഹിക്കുന്നതും എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പുതിയ നിയമത്തിലെ എന്നതുപോലെ പഴയ നിയമത്തിലും ഇത്തരത്തിലുള്ള ഒരു വിമോചന ദൗത്യമുണ്ട്. അബ്രഹാമാണ് അത്തരമൊരു ദൗത്യത്തിനായി വിളിക്കപ്പെടുന്ന വ്യക്തി. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ആ വാഗ്ദാനം നൽകുമ്പോൾ മാനവിക കുലത്തിന്റെ മുഴുവനും വിമോചനവും അതുവഴി അനുഗ്രഹവുമാണ് സംഭവിക്കുന്നത്. അത്തരമൊരു ദൗത്യ പൂർത്തീകരണത്തിനായി അബ്രഹാം വിളിക്കപ്പെടുകയും അത് അബ്രഹാം ഏറ്റെടുക്കുകയും ചെയ്തതായി നാം ഓരോരുത്തരും കാണുന്നുണ്ട്. മോശയ്ക്കുമുണ്ടായിരുന്നു ഒരു ദൗത്യം. ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിനായി ശ്രമിക്കുക എന്നതായിരുന്നു ആ ദൗത്യം. അടിമത്തത്തിന്റെ ചുമട് താങ്ങുകളിൽ ജീവിതം ഹോമിക്കപ്പെടുന്നവരുടെ വിമോചകൻ ആയിത്തീരുക എന്ന ദൗത്യം. കുറവുകളെല്ലാം ഉണ്ടായിരുന്നിട്ടും മോശ ഏറ്റെടുക്കുന്നു. മോശയുടെ ദൗത്യ ശ്രേണിയിൽ പിന്നീട് അനേകർ ഭാഗഭാക്കുകൾ ആകുന്നു. പ്രവാചകന്മാരും ന്യായാധിപന്മാരും എല്ലാം. സ്വന്തം ദൗത്യം ഏറ്റെടുക്കാൻ ഇവരെല്ലാം നമുക്ക് പ്രേരണയാകണം, പ്രചോദനമാകണം. കാരണം വിമോചനത്തിന്റെ ചാലക ശക്തികളായി ലോകത്തിൽ നിലകൊള്ളാൻ വിധിക്കപ്പെട്ടിരിക്കുന്നവരാണ് നാം ഏവരും. പക്ഷേ ദൗത്യം ഏറ്റെടുക്കാൻ, നിയോഗം പൂർത്തീകരിക്കാൻ ധീരത ഉണ്ടായിരിക്കണമെന്ന് മാത്രം. യെശയ്യാ-പ്രവാചകൻ പറഞ്ഞതുപോലെ അടിയനിതാ എന്ന് ഏറ്റുപറയാൻ നമുക്ക് ധൈര്യമുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. അത്തരമൊരു ധൈര്യമുണ്ടാകുമ്പോൾ മുമ്പേ നടന്ന് വഴി നിരത്തുവാനും ക്രൂശിന്റെ കനൽ അനുഭവങ്ങളെ കൃത്യതയോടെ ഏറ്റുവാങ്ങുവാനും നമുക്ക് കഴിയും. ഇരുൾ നിറയുന്ന സമകാലീന അനുഭവങ്ങളിൽ വെളിച്ചത്തിന്റെ നവജ്യോതിസുകളായി പ്രകാശിക്കുവാൻ കഴിയും. ജീവനും സമ്പാദ്യങ്ങളും പങ്കുവയ്ക്കുവാൻ കഴിയും. രണ്ട് വസ്ത്രവും പൊക്കണവും കൂടാതെ യാത്ര ചെയ്യുവാൻ കഴിയും. ദൗത്യങ്ങളും നിയോഗങ്ങളും വ്യത്യസ്തമാകാം. പക്ഷേ ദൗത്യങ്ങളുടെയും നിയോഗങ്ങളുടെയും പിന്നിലെ ദൈവീക സാന്നിധ്യം, അതിൻ്റെ പൊരുളും തിരിച്ചറിയാൻ കഴിയണം. ആ തിരിച്ചറിവ് ദൗത്യം ഏറ്റെടുക്കുവാൻ നമുക്ക് ഏവർക്കും ശക്തി നൽകും. ശുദ്ധമായ മനസ്സും വിചാരങ്ങളും ഓരോ ദൗത്യത്തെയും മഹത്വവൽക്കരിക്കുന്നുണ്ട്. മനസ്സ് അശുദ്ധമാകുമ്പോൾ ദൗത്യ നിർവഹണം ഭാരം പിടിച്ചതും മടുപ്പിക്കുന്നതുമാകാം. അതുകൊണ്ട് ദൗത്യ നിർവഹണത്തിന് ആവശ്യമായ ദൈവീക ശക്തി ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യങ്ങളും നിയോഗങ്ങളും ഏതുമായിരുന്നു കൊള്ളട്ടെ, അവയോടെല്ലാം പ്രവാചകൻ പറഞ്ഞതുപോലെ അടിയനിതാ എന്ന് പറയുവാനുള്ള ധൈര്യവും ശക്തിയും നമുക്ക് ഏവർക്കും നൽകിയാലുമെന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. നമ്മളുടെ ദൗത്യങ്ങൾ കൃത്യമായി നാം മനസ്സിലാക്കുകയും അതിന് പ്രകാരം നാം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നത് എന്നുള്ള സത്യം എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട് എന്ന് നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് ഈ ലോകത്തിലേക്ക് വിടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഓരോ ദൗത്യം തന്നാണ് ദൈവം നമ്മളെ ഈ താൽക്കാലിക ലോകത്തിലേക്ക് അയച്ചത്. അത് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് വേണം നാം ഓരോരുത്തരും തിരിച്ച് നമ്മുടെ രക്ഷിതാവിൻ്റെ അടുത്തേക്ക് എത്തുവാൻ. അതിനായിട്ട് ദൈവം നമുക്ക് എല്ലാവർക്കും ദൈവം പ്രചോദനം തരട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.